Good morning. Good afternoon, ma'am. Good afternoon. Good afternoon. Okay. Okay, very good afternoon to all. കഴിഞ്ഞോ പേരെല്ലാം കഴിഞ്ഞോ? ഇല്ല മാം. ചെയ്യായിരുന്നല്ലോ ക്ലാസ് ലീഡ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ. ഓക്കെ ഫൈൻ, പ്ലീസ്. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരി സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമ്മതി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങളേകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. Very good, nice. Quoting ma'am. Yes, please. Time is like a river. You cannot touch the same water twice because that flow that has passed will never pass again. Enjoy every moment of your life. By APJ Abdul Kalam. സൈനിങ് ഞാൻ ചെയ്യാം. 7 വയസ്സ് മാത്രമുള്ള ഒരു കൊച്ചു പെൺകുട്ടി. കളിയും ചിരിയും ഒന്നുമില്ല. കാരണമുണ്ട്. ആ കുട്ടിക്ക് കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ലായിരുന്നു. പലപ്പോഴും അവൾ കയ്യിൽ കിട്ടുന്നതെല്ലാം എറിഞ്ഞുടച്ചും തലമുടി പിടിച്ചു വലിച്ചുമൊക്കെ തന്റെ അവസ്ഥയോടുള്ള അരിശം തീർത്തു. ഒരു ദിവസം അവളെ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ എത്തി. വളരെ ക്ഷമയോടെ അവർ ആ കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങി. മെല്ലെ ആ കുട്ടി അധ്യാപികയിലൂടെ ലോകത്തെ അറിഞ്ഞു. ആ കുട്ടിയാണ് ഹെലൻ കെല്ലർ. വൈകല്യങ്ങളെ തോൽപ്പിച്ച് എഴുത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലുമൊക്കെ പ്രശസ്തയായ അമേരിക്കക്കാരി. അവരെ പഠിപ്പിച്ച ടീച്ചറാണ് ആൻ സുള്ളിവൻ. ഹെലൻ കെല്ലർ പിന്നീട് പറഞ്ഞു, എന്നെ പഠിപ്പിക്കാൻ ടീച്ചർ വന്ന ആദ്യ ദിവസമായിരുന്നു എൻ്റെ യഥാർത്ഥ ജന്മദിനം. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അധ്യാപകർക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഹെലൻ കെല്ലറുടെ ജീവിതം കാണിത്തരുന്നു. ഓരോ അധ്യാപകനും തനിക്ക് മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികളിൽ ഗുണപരമായ അനവധി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. വീട്ടിലുള്ളതിനേക്കാൾ സമയം കുട്ടി ചെലവഴിക്കുക സ്കൂളിലാണ്. കുട്ടിയുടെ സാമൂഹ്യ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ് അധ്യാപകർ. അധ്യാപകരും മാതാപിതാക്കളും തമ്മിൽ നല്ല ആശയവിനിമയം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ജൂൺ മാസം ഹെലൻ കെല്ലറുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹെലൻ കെല്ലർ ജനിച്ചത് ജൂൺ 27-നും മരിച്ചത് ജൂൺ 1-നുമാണ്. താങ്ക് യു മാം. നമ്മളിപ്പം പാർട്ട് 3-ലെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലെ പവർ ഓഫ് അറ്റൻഷൻ വരെ പഠിച്ചു. താങ്ക് യു മാം ആൻഡ് വെൽക്കം മാം. താങ്ക് യു സോ മച്ച്. ക്ലാസ് എടുക്കാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ക്ലാസ് ലീഡ് ചെയ്യാൻ വായിച്ചു നോക്കിയിരുന്നു മാം, കുറച്ച് ടഫ് പോലെ തോന്നി. ഓക്കെ, കുഴപ്പമില്ല. ആ ഒരു ടോപ്പിക് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ലീഡ് ചെയ്യാമോ എന്ന് ചോദിച്ചത്. നോ പ്രോബ്ലം. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ. അതിലെ സിറ്റുവേഷൻസ് മനസ്സിലാകാത്തയാണോ, മീൻസ് ആ ലാംഗ്വേജിന്റെ പ്രശ്നമാണോ, എന്തായിരുന്നു ടഫ് തോന്നിയത്? കുറച്ച് സ്റ്റേജസിനെ കുറിച്ചൊക്കെ പറയാനുണ്ടല്ലോ, ഈ ഡെവലപ്മെന്റ് ഓഫ് സ്കില്ല്. അതങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോ ഈ സ്റ്റേജിൽ എന്തൊക്കെയാന്നുള്ളത് മാം, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ആ ഭാഗം വരുമ്പോൾ ഞാൻ ലീഡ് ചെയ്യാമോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് നോക്കാം. ലോ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്.
പവർ ഓഫ് അറ്റൻഷൻ വരെ പറഞ്ഞു. കഴിഞ്ഞു. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് വിൽ. ഓക്കെ, അതിന് ജസ്റ്റ് കഴിഞ്ഞ പോർഷൻ നമുക്കൊന്ന് ബ്രീഫ് ചെയ്യാം. നമ്മള് നാച്ചുറൽ ഡെവലപ്മെന്റ് എങ്ങനെയെന്നുള്ളതായിരുന്നു പറഞ്ഞത് അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബേബീസിനെയും അനിമൽ ബേബീസിനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്തു. ഇപ്പൊ നോക്കുമ്പോൾ അനിമൽ ബേബീസ് എല്ലാം ജനിക്കുന്നതേ അവരെല്ലാം തന്നെ ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ ഹ്യൂമൻ ബേബീസോ നമ്മൾ ഉൾപ്പെടെ നമുക്ക് പറ്റണില്ല. നമുക്ക് ആരെങ്കിലും വേണം കുറേ നാളൊക്കെ. പിന്നെയാണ് പതുക്കെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുന്നത്. ആ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നാണ്. പിന്നെ നമ്മള് പാർട്ട് 2-ല് ചൈൽഡ് ഡെവലപ്മെന്റില് പല ഏരിയയിലും ഡെവലപ്മെന്റ് നിങ്ങൾ പഠിച്ചു അല്ലെ. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, ദെൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അങ്ങനെയെല്ലാം പഠിച്ചു. അപ്പൊ ഇത് പഠിച്ചപ്പോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എത്തിയപ്പോ നമ്മൾ അങ്ങനെ ഓർഡറിൽ പഠിച്ചപ്പോൾ ലാസ്റ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് 4ാമത്തെ ആയിട്ട് വന്നത് അല്ലെ. അപ്പൊ അതിലെത്തിയപ്പോ നമ്മൾ പറയുന്നുണ്ട് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ നമ്മൾ വലിയൊരു ട്രീ ആക്കുവാണെങ്കിൽ ആ ട്രീയുടെ ബ്രാഞ്ചസ് ആണ് ബാക്കി ഫിസിക്കൽ, മോട്ടോർ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റ്, ബുദ്ധിയുമായി കണക്റ്റഡ് ആണ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് അല്ലെ. നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് ലോ ആണ്. അതുകൊണ്ടാണ് അവർ സ്പെഷ്യൽ കിഡ്സ് എന്നറിയപ്പെടുന്നത്. അവരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അവരുടെ മോട്ടോർ മൂവ്മെന്റ്സിൽ സാധാരണ ഒരാളും വ്യത്യാസം ഉണ്ടാവും. ചിലര് ബുദ്ധിമുട്ടുന്നുണ്ടാവും നടക്കാനായിട്ട്. ചിലർ നടക്കുമ്പോൾ കാല് 2 സൈഡിലേക്ക് പോകുന്നുണ്ടാവും. ചിലപ്പോൾ കൈ ആയിരിക്കും ഒരു സൈഡിലേക്ക് പോവുക. പിന്നെ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വളരെ വ്യത്യാസമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജ് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല പറയുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആ രീതിയിൽ ചില ശബ്ദങ്ങളും ചില വാക്കുകളും മാത്രമേ അവരിൽ നിന്ന് വരുള്ളൂ. അപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, നമ്മളുടെ മനസ്സിന്റെ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബാക്കി എല്ലാം ഏരിയയുമായിട്ട് കണക്റ്റഡ് ആണ്. അവർക്ക് സോഷ്യലൈസ് ചെയ്യാൻ അറിയില്ല, അവർക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഇപ്പൊ എല്ലാ ഡെവലപ്മെന്റും കണക്ട് ചെയ്യുന്ന മെയിൻ ഡെവലപ്മെന്റ് ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ മൈൻഡ് ഒരു ഭ്രൂണാവസ്ഥയിലാണ്. അതായത് മറിയാം മോണ്ടിസോറി സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. ഈ എംബ്രിയോ സ്റ്റേജിൽ നിന്ന് അതിനെ ഡെവലപ്പ് ആകാനായിട്ട് ടൈം എടുക്കും. ആ ഒരു പ്രോഗ്രസ് അതെങ്ങനെയാണെന്നാണ് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ കണ്ടു കുട്ടികൾക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ് ഇസ് ലോ ഓഫ് വർക്ക്. അതാണ് അവരിങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഉറങ്ങുന്ന സമയം മാത്രമാണ് അവർ കാമായിട്ടുള്ളൂ. ബാക്കി ടൈമിലൊക്കെ അവരിങ്ങനെ എന്തെങ്കിലും കയ്യിൽ കിട്ടുക, അവർ എവിടെയൊക്കെ എത്താമോ അവിടെയൊക്കെ എത്തിപ്പിടിച്ച് ഓരോ സാധനങ്ങൾ വലിച്ചെടുക്കുക, ഓരോന്ന് ചെയ്യുക, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, ടോയ്സ് യൂസ് ചെയ്തിട്ട് കുറെ കളിക്കുക, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഇതെല്ലാം അവർ ചെയ്യും. കൈ കിട്ടുന്നത് കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. അവരവരുടെ സെൻസസ് എല്ലാം ഉപയോഗിക്കും. അപ്പൊ അവർക്ക് ആ വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു വർക്കിലൂടെയാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് വൺ കണ്ടത്, ലോ ഓഫ് വർക്ക്. പിന്നെ അത് കഴിഞ്ഞപ്പോ നമ്മൾ കണ്ടു ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. കുട്ടിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യണമെങ്കിൽ കുട്ടിക്ക് ഫ്രീഡം കൊടുക്കണം, കുട്ടി ഇൻഡിപെൻഡന്റ് ആകണം. അതാണ് നമ്മൾ ലോ ഓഫ് ഇൻഡിപെൻഡൻസിൽ കണ്ടത്. നെക്സ്റ്റ് നമ്മൾ കണ്ടു ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ ആയിട്ട് ഒരു പെർമിഷൻ കിട്ടിക്കഴിയുമ്പോൾ ആ കുട്ടി ആ കാര്യം വളരെ ശ്രദ്ധിച്ച് ഇഷ്ടത്തോടു കൂടി ശ്രദ്ധിച്ച് അടങ്ങിയിരുന്ന് ചെയ്യുന്നു അല്ലെ. പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടിയിൽ ഡിസിപ്ലിൻ ഉണ്ടാകുന്നു, ഒബീഡിയൻസ് ഉണ്ടാകുന്നു. അതൊക്കെ അതിന്റെ ഫ്രൂട്ട്സ് ആണ്. അങ്ങനെ ആ കുട്ടിക്ക് അല്പം ഫ്രീഡം കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് അവരുടെ പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് ഡിസിപ്ലിൻ, ഒബീഡിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞേ. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് വിൽ. ഡെവലപ്മെന്റ് ഓഫ് വിൽ അതാണല്ലോ, അതാണ് ഇനി എടുക്കേണ്ടത്. യെസ്, ഡെവലപ്മെന്റ് ഓഫ് വിൽ. നമുക്ക് സമയമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ 11th ബാച്ച് അല്ലേ? അതാരാ ഒന്ന് വായിക്കുക. അതിൽ സ്റ്റേജസ് പറയുന്നുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം, എന്നിട്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകും. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തത്, അതാണ് ഈ ഡെവലപ്മെന്റ് ഓഫ് വിൽ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം, ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഫ്രീഡം കൊടുത്തു. അതാണല്ലോ നമ്മൾ ആദ്യത്തെ സ്റ്റേജസ് എല്ലാം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ. ആ ഫ്രീഡം കൊടുത്തപ്പോൾ ശ്രദ്ധയോടിരുന്ന് അത് ചെയ്യുന്നു. അത് ഇഷ്ടമാണെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ചെയ്യും.
റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും. റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഓരോ തവണ കഴിയുന്തോറും കൂടുതൽ പെർഫെക്ഷനിലേക്ക് പോകും, മിസ്റ്റേക്കുകൾ കുറയും. ഇത് തന്നെയാണ് മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കുട്ടികൾ ചെയ്യുമ്പോഴും മിസ്റ്റേക്സുകൾ കുറയും. കുട്ടി അതിനെക്കുറിച്ച് നല്ലൊരു നോളജ് കിട്ടും. അത് മാത്രമല്ല, മൂവ്മെന്റ്സിലെ കോർഡിനേഷനും കൺട്രോളും വരും. അപ്പോൾ ഇതാണ് ഓരോ സ്റ്റേജിലായിട്ട് പറയുന്നത്. ഒരു മിനിറ്റ് ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള കാര്യമാകുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു. അതാണ് ആ സെൽഫ് ഡെവലപ്പ് ആകുന്നതിലെ ഫസ്റ്റ് സ്റ്റേജ്. ഈ രണ്ടാമത് വരുന്നത് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് വേറെ ആരെയും ഒന്നിനെയും ഡിസ്റ്റർബ് ചെയ്യാതിരുന്ന് ചെയ്യുവാണ്. സോ സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ആകുന്നു സെക്കൻഡ് സ്റ്റേജിൽ. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് കുട്ടിക്ക് ആ ഒരു ഫ്രീഡം കൊടുത്തത് അവന് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും അവൻ ഒബേ ചെയ്യും. കാരണം അവൻ ആ കാര്യം ചെയ്തു തന്നത് നമ്മളോ അല്ലെങ്കിൽ ആരെങ്കിലും ആ വീട്ടിലുള്ള എല്ലാവരും ആണെങ്കിൽ തന്നെ അവൻ പിന്നെ ഒബീഡിയന്റ് ആകും. ദാറ്റ് ഇസ് തേർഡ് സ്റ്റേജ് വരുന്നത്, സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് 3 സ്റ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് റീഡ് ചെയ്യാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനും ഫസ്റ്റ് സ്റ്റേജ് റിപ്പീറ്റേഷനും പറയുക. എന്നിട്ട് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ വീട്ടിലെ കുട്ടികളോ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്കൂളിലെ കുട്ടികളോ അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോഴോ അങ്ങനെ കണ്ട കാര്യങ്ങളുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ആരാ വായിക്കാൻ റെഡി ആയിട്ടുള്ളത്? ഞാൻ വായിക്കാമോ? Development of will. Through the repeat work, the child will slowly create will. As he repeats his work many times over a period of time, he gains power over his own action. The child then moves to the second stage, that is, accepting self development as the way of life. After accomplishing the self discipline as the way of life, the child reaches the third stage, the development will, involving the power to serve. Those Montessori observed the 3 stages of development. First stage, repetition. The child has a basic inner urge that directs him towards determined activities. He does not conclusively direct his will. The child begins the repetition of an activity several times without abuse reasons to an adult. However, internally, this repetition assists him in his psychic development. It is important to note that, however the trivial his achievement may be to an adult, but for the child, he is acquiring control over himself and the surroundings. In a short time, he will be a master of the environment himself. Constant interpretation by an adult will have a disturbing effect on his psychic development, especially in terms of his self concept. As the child sustains making his own decisions and movement in the environment, he slowly moves from an unconscious stage into the conscious. This is a slow process and it develops through its continuous contact with the environment. As the child begins to have activity in his environment at his own conscious dedicate, he will continue to be encouraged. The child will be gradually developed as a endeavors to adapt the limit of his chosen task. ഓക്കെ, അതിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ സെൽഫ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അതിനു മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു, ഫ്രീഡം കൊടുത്തു, കോൺസെൻട്രേഷൻ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ സെൽഫ് ഡെവലപ്പ് ചെയ്യുക, അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഡിഷ് ചെയ്യുകയെന്ന് വിചാരിച്ചു. അത് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മൾ അമ്മയോടോ ആരോടാണോ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കും. വല്ല കുക്കിംഗ് ചാനലോ കുക്കിംഗ് ബുക്കോ നോക്കി റെസിപ്പിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് ട്രൈ ചെയ്യും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുക ചെയ്യാൻ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരു പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മൾ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് നോക്കൂല്ലേ, അതിന്റെ ടേസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ നമ്മുടേതായ ഒരു ടച്ച്, ഒരു പ്രത്യേകത കിട്ടാൻ, അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കിയത് പോലെ ആയില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും വീണ്ടും അതിനെ മോർ പെർഫെക്റ്റ് ആക്കാൻ നോക്കും. സെയിം തന്നെയാണ് ഇവിടെ കുട്ടികളും ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളുടെ ഒരു
പേഴ്സണാലിറ്റി ആണല്ലേ, നമ്മൾ നമ്മളുടേതായ രീതിയിൽ ചെയ്യാൻ നോക്കും. സെയിം തന്നെയാണ് കുട്ടികളും ചെയ്യുന്നത്. അപ്പൊ റിപ്പീറ്റേഷനിലൂടെ കുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ശരിക്കും അവന്റെ ഉള്ളിൽ നിന്നൊരു തൊര എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തില്, അതാണ് ഇവനെ കൊണ്ട് ഈ ഓരോ അവന്റെ ഗോളിലേക്ക് ഓരോ കാര്യങ്ങളും ചെയ്യിക്കുന്നത്, ഓരോ ആക്ടിവിറ്റീസും. ചില സമയത്ത് പലതാണ്. അപ്പൊ നമ്മൾ പറയും കുറേ കുട്ടികളെ പറ്റി പറയാറില്ലേ, കുറെ നേരെ അതുകൊണ്ടിരിക്കണം, എന്താണോ അതിൽ ഇത്ര പ്രത്യേകത എന്ന് നമ്മൾ പറയായിരിക്കും. പക്ഷെ അവർക്ക് അതിൽ പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ടാവും. അതാണ് അവര് കുറെ മണിക്കൂറുകളോളം ചിലപ്പോൾ അതുകൊണ്ട് ഇരിക്കും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിരിക്കും. കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ് ആണ് അവിടെ ഇംപ്രൂവ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ പലതവണ ചെയ്ത് കഴിയുമ്പോഴേക്കും അവൻ അതിന്റെ മാസ്റ്ററായി മാറും, അവൻ അതിന്റെ ഫുൾ കൺട്രോൾ കിട്ടും. ഇപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്സ് ഒക്കെ ആണെങ്കിൽ അവൻ അതിന്റെ കൺട്രോൾ കിട്ടുകയാണ്. പിങ്ക് ടവർ കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുമ്പോൾ ചില കുട്ടികൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കറക്റ്റ് ആവും. ചിലപ്പോൾ ചിലര് രണ്ടാമത്തെ മൂന്നാമത്തെ അറ്റംപ്റ്റിലായിരിക്കും. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ടാകാം, മാറ്റി വെച്ചു, പക്ഷെ അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി ഇത് ഇവിടെയല്ല, മാറ്റി വെച്ചു. അപ്പൊ അങ്ങനെ ഓരോ തവണ അവർ റിപ്പീറ്റ് ചെയ്യുമ്പോഴും അവരതിന്റെ മാസ്റ്ററായിട്ട് മാറും, അവർക്കത് മോർ പെർഫെക്ഷനിലേക്ക് പോകും. ഓക്കെ, അതാണ് ആ റിപ്പീറ്റേഷൻ. അപ്പൊ അവൻ അവൻ്റെതായ ഒരു കൺസെപ്റ്റ് കിട്ടും. അവൻ വേറൊരു കുട്ടിക്ക് അത് കാണിച്ചു കൊടുക്കുമ്പോൾ അവനൊരു മാസ്റ്റർ ആയിട്ട് നിന്നുകൊണ്ട് ഇത് ഇങ്ങനെ 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 എന്ന് പറയണത് നമുക്ക് കാണാനായിട്ട് കിട്ടും. ദാറ്റ് മീൻസ് അവന്റെ സെൽഫ് അവിടെ ഡെവലപ്പ് ആകുകയാണ്. അപ്പൊ നമുക്ക് ഇത് ഇച്ചിരി ഒരു എന്താ പറയാ, സുഖകരമല്ലാത്ത ഒരു ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ ഇത് പിടി കിട്ടാത്തത്. അപ്പൊ പലരും ട്രാൻസ്ലേറ്റ് വെച്ച് മലയാളത്തിലേക്ക് ആക്കി പല ക്ലാസ് എടുക്കുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴും ചില വാക്കുകളൊക്കെ മലയാളത്തിന്റെ തന്നെ മനസ്സിലാവാത്ത പോലത്തെ വാക്കുകളുണ്ട്. അത് അങ്ങനെ തന്നെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഏതോ ഒരു ക്ലാസ്സിൽ സെൻസറി ആക്ഷൻസ് എന്നോ അങ്ങനെ എന്തോ വാക്കിന് സംവേദനക്ഷമത എന്നൊക്കെ പറഞ്ഞു. ഉയ്യോ, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും അവിടെ നമ്മളൊന്ന് സെൻസറി മൂവ്മെന്റ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറയുന്നതായിരിക്കില്ലേ നല്ലത്. ഇപ്പോ ടെൻഷൻ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നൊരു വാക്കാണ്, പക്ഷെ അതിന് എന്താ പറയാ, ഞാൻ മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ടിൽ ഉത്കണ്ഠാകുലനായിരിക്കുക, അത്രയും നമ്മൾ മലയാളം പറയുന്നതിനേക്കാളും നല്ലത് ടെൻഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും ആ മലയാളം നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഭരണഭാഷ മലയാളം ആക്കിയപ്പോ ചില നോട്ടിഫിക്കേഷൻസ് ഒന്നും വായിച്ചാൽ പോലും മനസ്സിലാവില്ല എന്താ ഉദ്ദേശിക്കുന്നത്, ഈവൻ മലയാളം ആണെങ്കിൽ പോലും അല്ലെ. അപ്പൊ നിങ്ങൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാം, പക്ഷേ ഇതൊന്ന് 2-3 തവണ ഒന്ന് വായിച്ചിട്ട് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്ത് മലയാളം കൂടെ നോക്കിയിട്ട് അത് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ മതി. അത് എങ്ങനെയാ കാര്യങ്ങൾ വരേണ്ടതെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നമുക്ക് ഐഡിയ കിട്ടും. ഇതേ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് പറയണമെന്നില്ല, അതിലെ കൺസെപ്റ്റ് നമുക്കൊന്ന് മനസ്സിലായാൽ മതി. നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അതാ, കൺസെപ്റ്റ് ഫോർമേഷൻ അല്ലെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉള്ളതാണ്. ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു കൺസെപ്റ്റ് കിട്ടും അല്ലെ. അത് ഇപ്പൊ നിത്യക്കുള്ളത് പോലെ ആവില്ല എനിക്ക് ഉണ്ടാകുന്നത്. നിത്യ അതിനെ മനസ്സിലാക്കിയിരിക്കുന്ന നിത്യയുടെ കൺസെപ്റ്റ് അങ്ങനെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്ന നമ്മളുടെ ഇന്റലക്ച്വൽ ലെവൽ അനുസരിച്ചായിരിക്കും ആ ഒരു കൺസെപ്റ്റ് ഫോർമേഷൻ. അപ്പൊ അത് നമ്മളെല്ലാവരും കൂടെ വന്ന് ഈ പ്ലാറ്റ്ഫോമിൽ പറയുമ്പോഴേക്കും നമുക്കത് മുഴുവനായിട്ടും മനസ്സിലാവും. ചിലർ ചിലപ്പോ സ്വന്തം ലൈഫിൽ എക്സ്പീരിയൻസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പറയാം. ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നു അവള് ജനിച്ച സമയത്ത് വീട്ടില്. ഹസ്ബൻഡ് ജോലിക്ക് പോകും, വേറെ ആരുമില്ല. നമ്മള് ഹസ്ബൻഡിന്റെ ട്രാൻസ്ഫർ കാരണം നമ്മൾ ഒറ്റയ്ക്ക് വേറെ അടുത്ത് താമസിക്കായിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് ബേബിയാണ്. നമുക്ക് ബേബിയെ വെച്ച് എങ്ങനെ ജോലി അങ്ങനെ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ബേസിനകത്ത് കുട്ടിയെ ഇരുത്തിയിട്ട് 6 മാസം പ്രായമുള്ളപ്പോ ഇരുത്തിയിട്ട് അതില് അവൾ ഇരിക്കുന്ന പ്രായമായിരുന്നു. ഇരുത്തിയിട്ട് ഒരു 2 ചെറിയ ബൗള് കൊടുക്കും, സ്റ്റീലിന്റെ 2 സ്റ്റീലിന്റെ സ്പൂണും കൊടുക്കും. എന്നിട്ട് ഇതില് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ടാണ് ഞാൻ എല്ലാ ജോലിയും ചെയ്തിരുന്നത്. ആ കുട്ടി മണിക്കൂറുകളോളം അതിലിരുന്നോളും. എന്റെ പണി തീരുന്നവരെ ഈ പണി ചെയ്തുകൊണ്ടിരിക്കും. ഒന്നിന്ന് വെള്ളം എടുത്ത് അപ്പുറത്തേക്ക് ഒഴിക്കും, കുറച്ച് കുടിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള വെള്ളം കൊടുക്കും. അപ്പൊ ഈ കുട്ടികൾ ചെയ്യുന്നത് അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ വിളിക്കുമ്പോഴേക്കും അവർ വരും. കാരണം അവരുടെ ഉള്ളിലുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള കാര്യം പെർമിറ്റ് ചെയ്ത ആളാണല്ലോ, അപ്പൊ അനുസരിച്ചേക്കാം എന്നുള്ള രീതിയിൽ. അത് ഓക്കെ, ആ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അവരിങ്ങനെയിരിക്കും. അതേസമയം നമ്മൾ എന്തെങ്കിലും ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ, അത് ചെയ്യണ്ട, വെള്ളത്തിൽ കളിക്കണ്ട, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര വാശി കാണിക്കും. അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ അവർ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും.
ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. അത് റിപ്പിറ്റേഷൻ കൊടുത്തു, കുട്ടി മാസ്റ്ററായി, കുട്ടിക്ക് ആ കാര്യത്തെ പറ്റി ഒരു കൺസെപ്റ്റ് കിട്ടി. പിന്നെ ചിലപ്പോൾ അതുകൊണ്ട് വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്ത് അവൻ്റെതായ ഐഡിയാസിൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. Yes, please. സബീനയുടെ ഓഡിയോ എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ. എന്തെങ്കിലും പറയാനാണോ സബീന? ഓക്കെ, പ്ലീസ്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ ആണ്. അതാരാ ഒന്ന് റീഡ് ചെയ്യാം? ഞാൻ റീഡ് ചെയ്യാമോ? Second stage, development of self-discipline. The child will acquire further independence and power over himself through work. Gradually, the child goes into the second stage in the development of the will, that is self-discipline as a way of life. In the stage, the child makes his own decision in his activity and obtains the responsibility as he makes conscious, creative use of his capacities and understands the responsibility. This leads him to self-knowledge and self-possession. For example, in a simple pouring exercise, the pours all the beans into a jug, knowing that he should not spill any beans in the tray and yet accepting the result with the responsibility by picking the spilled beans into the jug and putting it back on the shelves before going to another activity. സെക്കൻഡ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു ഡിസിപ്ലിൻ. അവർ തന്നെ ഇരുന്ന് അവർക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നെന്ന് പറയണ പോലെ, അതായത് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ആ ചുറ്റുമുള്ള ഒന്നിനെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇതിനകത്ത് മോഡ്യൂൾ 3 നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡെമോൺസ്ട്രേഷൻസും ആക്ടിവിറ്റീസും കാണാം. ഇതുപോലെ കുട്ടികൾക്ക് ജഗ്ഗിലേക്ക് വെള്ളം ഫില്ല് ചെയ്യുന്നതും, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ബീൻസ് കണ്ടെയ്നറിലേക്ക് പോർ ചെയ്യുന്നതും, അങ്ങനെ ബീൻസും പൾസസും അങ്ങനെ കടല, പരിപ്പ്, പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കണ്ടെയ്നറിലാക്കി വെക്കില്ലേ, അങ്ങനത്തെ കാര്യങ്ങളും. അപ്പൊ ഈ ആക്ടിവിറ്റി ചെയ്യാൻ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ അവന്റെ കോൺഫിഡൻസ് ലെവല് കൂടണം. കാരണം ഇങ്ങനെ ഇടുന്ന സമയത്ത്, കാരണം അവന്റെ കൊച്ചു കൈയാണ്, ആ കൈക്ക് ആ ഒരു കോർഡിനേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്കറിയാം എങ്ങനെ ഇട്ടാൽ അത് ശരിയായ രീതിയിൽ വീഴും, പുറത്തേക്ക് പോകില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത്രയും ഒരു കൺസെപ്റ്റ് അവരിൽ ഫോം ചെയ്തിട്ടുണ്ടാവില്ല. അവർ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവണേ, ഇങ്ങനെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും അധികം പുറത്തേക്ക് തെറിച്ചു പോകും. അപ്പൊ നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കിട്ടുന്നത്. കാരണം ആസ് ആൻ അഡൾട്ട് വി നോ ദാറ്റ് ഹൗ ടു ഡു ഓൾ ദിസ് ടൈപ്പ് ഓഫ് ടാസ്ക്. നമുക്കറിയാം, നമ്മൾ പലതവണ ചെയ്ത് നമ്മൾ അതിന്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, നമുക്കറിയാം എങ്ങനെയാ ചെയ്യണം എന്നുള്ളത്. അപ്പൊ കുട്ടി ചെയ്യുമ്പോൾ കുട്ടിയുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് വലിയൊരു ട്രേ വെച്ചിട്ട്, ട്രേയുടെ മുകളിൽ കണ്ടെയ്നർ വെച്ചിട്ട് കുട്ടിയെ കൊണ്ട് ചെയ്യും. അപ്പൊ അവനറിയാം ബീൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ അവനതുകൊണ്ട് അത് വീഴുമ്പോ പിക്ക് ചെയ്ത് ഒരു കൗണ്ടിങ് എന്നുള്ള ആക്ടിവിറ്റിയും കൂടെ കൊടുത്തു കഴിയുമ്പോൾ കൗണ്ടിങ്ങും ചെയ്യും. അങ്ങനെ കൗണ്ട് ചെയ്ത് ഈ ഒരു കണ്ടെയ്നറിൽ വെക്കുമ്പോൾ അവൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആ ഒരു കൺട്രോൾ കിട്ടുവാണ്, ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ബോഡി കൺട്രോളും കൈയുടെ മൂവ്മെന്റ്സും എല്ലാം, ആ ഒരു സ്കിൽസ്, ആ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ റെസ്പോൺസിബിലിറ്റിയും കൂടെ വരും. അത് ഞാൻ പുറത്തേക്ക് കളയാൻ പാടില്ല, അഥവാ പുറത്ത് പോയി കഴിഞ്ഞാൽ ട്രെയിൽ വീഴും, അതെനിക്ക് പിക്ക് ചെയ്ത് കണ്ടെയ്നറിൽ തന്നെ വെക്കണം. അതെല്ലാം ഇവൻ ആ ലൈഫ് സ്കിൽസ് പഠിക്കുവാണ്. ശരിക്കും ത്രൂ ലൈഫ് സ്കിൽസ് ആണ് നമുക്ക് ഈ ക്വാളിറ്റീസ്, ഈ സെൽഫ് ഡിസിപ്ലിൻ, ഒബീഡിയൻസ് എല്ലാം കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോഴ് കുട്ടികളുടെ രീതികളൊക്കെ ഒത്തിരി മാറ്റമാണല്ലോ. പക്ഷെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് തന്നെ ഭയങ്കര വ്യത്യാസമായിട്ട് വരിക ഓരോ ജനറേഷൻ കഴിയുന്തോറും. പ്രത്യേകിച്ചും ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ അമിത ഉപയോഗം, ഡിജിറ്റൽ വേൾഡ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിരിക്കുന്നു. ഇതെല്ലാം കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, AI അങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ വന്നതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ എങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം, അവരുടെ നാച്ചുറലായി അവരെങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നതിന് എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യം, അവർക്ക് ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക. കുറേ വലിയ സൈക്കോളജിസ്റ്റുകളും കുറേ ടീച്ചേഴ്സും അങ്ങനെ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ വന്നൊരു ഇതില് പറഞ്ഞത് ലൈഫ് സ്കിൽസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് തന്നെയാണ് മോണ്ടിസോറി മെത്തേഡും. മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികൾ പഠിക്കുന്നത് ലൈഫ് സ്കിൽസ് ആണ്. അവർ ചെയ്യുന്നത് ഓരോന്നും ലൈഫ് സ്കില്ലാണ്. ഈ ജഗ്ഗിൽ വെള്ളം ഒഴിക്കുന്നതും, ബീൻസ് ഒക്കെ കണ്ടെയ്നറിലേക്ക് വെക്കുന്നതും, തുണി മടക്കുന്നതും, മോപ്പ് ചെയ്യുന്നതും, പിന്നെ ചെറിയ ചെറിയ കുക്കിങ്ങിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതും, ജ്യൂസ് ഉണ്ടാക്കുന്നതും, ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതും, ഇതെല്ലാം ലൈഫ് സ്കിൽസ് ആണ്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങളും
കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർ ഒരുമിച്ച് വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ആ ഒരു പ്രവണത വരും. അപ്പൊ അത് ഈ പറഞ്ഞ ആളുകൾക്കൊന്നും മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞിട്ടല്ല അവർ ലൈഫ് സ്കിൽ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അടുത്തത് ഒബീഡിയൻസ്. നമുക്കറിയാം ഒബീഡിയൻസ് എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളത്. അമ്മ പറഞ്ഞാൽ ഞാൻ കേൾക്കാം, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞാൽ ഞാൻ കേൾക്കാം, അല്ലെങ്കിൽ അച്ഛമ്മ പറഞ്ഞത് കേൾക്കാം. കുട്ടിയുടെ രീതിക്ക് അനുസരിച്ച് കുട്ടിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയെ കുട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടൂല. ലൈക്ക് അവരെന്ത് പറഞ്ഞാലും അവരെ അനുസരിക്കും. ഇവിടെ നമ്മൾ ഇൻഡിപെൻഡൻസ് കൊടുത്തു, ഫ്രീഡം കൊടുത്തു കുട്ടിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട്. സോ അവരിന് ഒബീഡിയൻസ് വരുന്നു തേർഡ് സ്റ്റേജ് ആയിട്ട്. ആരാ അത് വായിക്കാം? ഞാൻ വായിക്കുന്നു. Third stage, obedience. After achieving self-discipline, the child moves to the third stage in the development of will. That is the power of obey. Again, it is a slow process and shows itself spontaneously and unexpectedly at the end of a long process of maturation. This is now controlled intelligent obedience. The child enjoys turning his power of obedience towards serving someone else. Children learn best in an environment that connected freedom with self-discipline. True freedom cannot exist without self-discipline and the development of skills for independent thought and action. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഒബീഡിയൻസ്, അവരിൽ ആ പവർ, ഒബീഡിയൻസ് എന്നുള്ള പവർ ഉണ്ടാകുന്നു. ഇതെല്ലാം അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അങ്ങനെ ഒബീഡിയന്റ് ആകാൻ നമുക്ക് പെട്ടെന്ന് നമ്മളിത് സമ്മതിക്കുന്നതിനും കാര്യങ്ങൾ കൊടുക്കുമ്പോഴേക്കും പെട്ടെന്നാവില്ല. അവർ ഈ പ്രോസസ്സിലൂടെ കടന്നുപോയി അവര് ഒബീഡിയന്റ് ആയി മാറുകയാണ് സ്പോണ്ടേനിയസ്ലി ആയിട്ട്. ഒരു ലോങ് പ്രോസസ്, മെച്ചുറേഷനിലേക്ക് എത്തുമ്പോൾ ഒരു ലോങ് പ്രോസസ്. ചില സമയത്ത് ചില ആളുകൾ വീട്ടിൽ വരുമ്പോൾ പറയുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര വാശിയായിരുന്നല്ലോ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, ലൈക്ക് ദാറ്റ് കമന്റ് കേൾക്കുമല്ലോ പലപ്പോഴും റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്ന്. സോ ആ ഒരു നമ്മൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരിലുണ്ടാകുന്നതാണ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഇതൊരു ഇന്റലിജൻസ് ഒബീഡിയൻസ്, അതായത് ഇവരുടെ ഇന്റലിജൻസുമായിട്ട് കണക്റ്റഡ് ആണ്. കുട്ടി എൻജോയ് ചെയ്യുന്നു പലപ്പോഴും അവന്റെ ഈ ഒരു പവർ. ആരെങ്കിലും പറയുന്നവരെ സെർവ് ചെയ്യുന്നത്, ഇപ്പൊ അമ്മയുടെ കൂടെ ആണെങ്കിൽ ഞാനും ഇത് ചെയ്യട്ടെ, ഞാൻ അത് കൊണ്ടുവയ്ക്കാം, ഞാൻ ഇത് ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴേക്കും അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ സെർവ് ചെയ്യുന്ന പോലെ അങ്ങനെ അവർക്ക് ആ ഒരു രീതിയിലുള്ള എൻവയോൺമെന്റ് വരണം. ആ ഒരു ഫ്രീഡം അത് അവരെ കൊണ്ടെത്തിക്കുന്നു. സെൽഫ് ഡിസിപ്ലിൻ, ദെൻ ഒബീഡിയൻസ്. അപ്പൊ ട്രൂ ഫ്രീഡം എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിനും എല്ലാം ഒരുമിച്ച് വരുന്നതാണ്. സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാതെ, ട്രൂ ഫ്രീഡം ഇല്ലാതെ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകില്ല. തന്നെത്താനെ ഡിസിപ്ലിൻ ജനറേറ്റ് ചെയ്യുന്നത് അതിന് ഫ്രീഡം കൊടുത്താലേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് പണിഷ്മെന്റ് കൊടുത്ത് പേടിപ്പിച്ച് ഒക്കെ അങ്ങനെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാം. കുട്ടിയിൽ തന്നെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ അവന് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ട്രൂ ഫ്രീഡം കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ഡാഷ് നോ, അല്ലെങ്കിൽ ട്രൂ ഡാഷ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് സെൽഫ് ഡിസിപ്ലിൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അങ്ങനെ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു. അവരവരുടെ ആക്ഷനിലൂടെ അവരുടെ ഡെവലപ്മെന്റ് ഫോം ചെയ്യുന്നു, അവരുടെ ആ ഒരു സെൽഫ്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. തന്നെ കാര്യങ്ങൾ ചെയ്തു, സെൽഫ് ഡിസിപ്ലിൻ, ഒബീഡിയൻസ് ഫോം ചെയ്തു. ദെൻ അവരുടെ മൈൻഡുമായി കണക്ട് ചെയ്താണ് ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടായത്. അവരുടെ സൈക്കിക് ഡെവലപ്മെന്റ്. ഇത് ഇനി അവരുടെ ഇന്റലിജൻസിലേക്ക് ഉള്ള ഡെവലപ്മെന്റ് ആയി മാറും. അതാണ് നെക്സ്റ്റ്. അത് മുഴുവനും ആരാണ് വായിക്കുക? യെസ്. Intelligence is the ability to learn or understand things and deal with new or difficult situations. In other words, it is the ability of the child to know his environment, the mental ability to coordinate different annotations and act accordingly in different situations. The starting point of intellectual development is the consciousness of difference or distinction in his environment. The child makes understanding through his five senses, and he must organize these perceptions to make a mental order of his environment. To help the development of brilliance is to help put images of consciousness in order. So the basis of intelligence development is the emotional impression that the child gets while
he collaborates with his environment. At infancy, the child absorbs a lot of impressions unconsciously and then it turns to conscious knowledge as he grows. So, at the stage of intelligence development, the child needs refinement of senses, that is, more activities which will improve the impression through the senses. The activities should bring order and system to all the sensorial impressions the child receives. The child should be led to study qualities such as length, breadth, height, color, texture, weight, size, etc. Full varied and ordered sensorial exercises are the best preparation for the higher life of the ability in the child's years to come. Okay, so development of intelligence. നമ്മുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞു, ദാറ്റ് ഇസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അവിടെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു എബിലിറ്റി ആണല്ലേ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അനലൈസ് ചെയ്യാൻ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ, നമുക്ക് പഠിക്കാൻ, പിന്നെ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ, അത് സോൾവ് ചെയ്യാൻ, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുക, ഇതെല്ലാം ഇന്റലിജൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ കുട്ടി എൻവയോൺമെന്റിലൂടെ ഇങ്ങനെ കണക്റ്റഡ് ആകുമ്പോൾ അവന്റെ ഉള്ളിൽ പല മെന്റൽ പിക്ചേഴ്സ്, ഇമേജസ് സ്റ്റോർ ചെയ്യും. അപ്പൊ അവൻ അടുത്ത ഓരോ കാര്യം ചെയ്യുമ്പോൾ ഈ ഇമേജിനെ റിട്രീവ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. പല രീതിയിലും പല സിറ്റുവേഷൻസിലും. ഇപ്പോ കുട്ടിയെ നമ്മൾ ആനയെ കാണിച്ചു കൊടുക്കുന്നു, സോ അവന്റെ മനസ്സിൽ ആ ഒരു ഇമേജ് ഉണ്ട്. അവൻ ഈ വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഇമേജിനെ റിട്രീവ് ചെയ്തിട്ട് അവൻ അതുപോലെ ആ ഒരു ഫോർമേഷൻ വരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് നമുക്ക് ഡ്രോയിങ്ങിന്റെ സ്കിൽ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാകുന്നത്. ചില കുട്ടികൾ ഇങ്ങനെ ബ്ലോക്സ് പോലുള്ള പിക്ചേഴ്സ് ആയിരിക്കും വരയ്ക്കുക, ഒത്തിരി ഡീറ്റെയിൽസ് ഉള്ളത് അവർക്ക് പറ്റില്ലായിരിക്കും. അപ്പൊ അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽസ് ഉള്ള രീതിയിൽ ക്ലിന്റ്, അത് നമ്മൾ കേട്ടിട്ടില്ലേ, വളരെ ചെറുപ്പത്തിൽ ഇത്രയും മനോഹരമായ പിക്ചേഴ്സ്, ഭയങ്കര ഒരു വളരെ ബ്ലെസ്സിങ് ഉള്ള ഒരു കുട്ടിയായിരുന്നു. അത് മരിച്ചു പോവുകയും ചെയ്തു. ആ യങ് ഏജിൽ തന്നെ, കുഞ്ഞായിരുന്നപ്പോ തന്നെ, 7 years ആയപ്പോ തന്നെ മരിച്ചു പോയി. അപ്പൊ അത് ആ കുട്ടിയുടെ ഭയങ്കര ഒരു എബിലിറ്റി ആയിരുന്നു, പെട്ടെന്ന് തന്നെ ഇതെല്ലാം വരയ്ക്കാൻ പറ്റുന്നത്. ഓരോ സിറ്റുവേഷൻ കാണുമ്പോൾ അവനത് മനസ്സിൽ അതിങ്ങനെ സ്റ്റോർ ചെയ്യും, അത് റീക്രിയേറ്റ് ചെയ്യുവാണ് പിന്നെ പേപ്പറിലേക്ക്. പിന്നെ എൻവയോൺമെന്റിൽ കാണുന്ന കാര്യങ്ങളെ വേർതിരിച്ച് കാണാനുള്ള കഴിവ്, അതും ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ്. എല്ലാം ആ ഒരു ഡിഫറൻസ് എന്താണ്, ഒന്നൊന്നിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അങ്ങനെ വേർതിരിച്ച് കാണാനായിട്ടുള്ളതും കഴിവും അവരുടെ ആ ഒരു ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. 5 senses യൂസ് ചെയ്തിട്ടാണ് പലതും മനസ്സിലാക്കുന്നത്. ഈ 5 senses യൂസ് ചെയ്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെ ഒരു രൂപം, ഒരു പെർസെപ്ഷൻസ്, അത് ആ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് അവന്റെ മനസ്സിലുണ്ടാകുന്ന ഓർഡറാണ്. ഇപ്പൊ ലൈക്ക് മോർണിംഗ് കുട്ടി എണീക്കുമ്പോൾ അവൻ കാണുന്ന ചില കാഴ്ചകൾ ഉണ്ടായിരിക്കും, വീട്ടിലും വീടിന്റെ ചുറ്റുപാടും എൻവയോൺമെന്റ്. ചിലപ്പോ അച്ഛൻ ജോലിക്ക് പോകുന്നതായിരിക്കും, ചേട്ടൻ സ്കൂളിൽ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ വീട്ടില് ആരെങ്കിലും സഹായത്തിന് വരുന്നുണ്ടായിരിക്കും, പാല് വരുന്ന കാണുന്നുണ്ടാവും, പത്രക്കാരൻ വരുന്നതാണ്. അപ്പൊ ഇവന്റെ മനസ്സിലാ ഒരു ഓർഡറാ മോർണിംഗ് ഇതൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ അതിന് വിപരീതമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവൻ ചിലപ്പോ വളരെ എന്താ പറയാ, ക്യൂരിയസ് ആയിട്ട് ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇതൊക്കെ കുട്ടിയുടെ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് ഈ ഇന്റലിജൻസ് ഡെവലപ്മെന്റ്. അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് കുട്ടി എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസ് ആണ്. ഇപ്പൊ ലൈക്ക് രാവിലെ എന്നും വരുന്ന വീട്ടിൽ സഹായത്തിന് വരുന്ന ഒരു വല്യമ്മയെ കണ്ടില്ലെങ്കിൽ അപ്പൊ ചോദിക്കുമായിരിക്കും, എവിടെ പോയി എന്ന് ചോദിക്കുമായിരിക്കും. അങ്ങനെ അപ്പൊ അങ്ങനെ ഓരോന്നും ത്രൂ ഇമോഷൻസ് ഓൾസോ ഇന്റലിജൻസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ ഒരു ഇൻഫാൻസി ടൈമിൽ കുറെ കാര്യങ്ങൾ അൺകോൺഷ്യസ്ലി, കാരണം നമ്മൾ പറഞ്ഞു ചെറിയ പ്രായത്തില് ഓർക്കുന്നില്ല എന്നുള്ളത്, അൺകോൺഷ്യസ് മൈൻഡ് ആണെന്നുള്ളത്. ആ സമയത്ത് അൺകോൺഷ്യസ്ലി ആണ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ കുറച്ചുകൂടെ വളരുമ്പോൾ കോൺഷ്യസ് മൈൻഡ് ആവുന്നു. അപ്പൊ കോൺഷ്യസ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കുന്നത്. കൂടുതലായിട്ട് കുട്ടി ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഈ മനസ്സിലുള്ള പല കാര്യങ്ങളും അതായിരിക്കും കുട്ടിയെ ഗൈഡ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല, കുട്ടിയെ റൂമിൽ അടച്ച് അങ്ങനെ പുറത്തുനിന്ന് ഇറക്കാതെ വളർത്തുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഈ ഒരു ഡെവലപ്മെന്റ്, ആ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എല്ലാം അങ്ങോട്ട്
ഇത് മുരടിച്ചു എന്ന് നമ്മൾ പറയില്ല, ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അതിന് കുട്ടിക്ക് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ അവന്റെ ഉള്ളിൽ നിന്നുള്ള ഇന്നർ ഗൈഡ് വരണമെങ്കിൽ അവന്റെ മനസ്സിൽ കുറെ പിക്ചേഴ്സ് ഉണ്ടായിരിക്കണം. അവൻ എൻവയോൺമെന്റിൽ നിന്ന് കളക്ട് ചെയ്ത് ഓർത്തു വെച്ചിരിക്കുന്ന പിക്ചേഴ്സ്. ഇതൊന്നും ഇല്ലാതെ ബ്ലാങ്ക് ആയിരിക്കുന്ന ഒരു കുട്ടിയുടെ ആക്ടിവിറ്റീസ്, കുട്ടിയാണ് ഭയങ്കര സ്ലീപ്പി, ലേസി പോലെ, എപ്പോഴും ഇങ്ങനെ ഓർക്കം തൂങ്ങിയ പോലെ, ഒരു ഉഷാറില്ലാത്ത പോലെ നമ്മൾ കാണുന്നത്. ഈ ഒരു ടൈമിലാണ് കുട്ടി പല രീതിയിലുള്ള ക്വാളിറ്റീസ് മീൻസ് വരുന്നത്. അതായത് പല ക്വാണ്ടിറ്റിയെ കുറിച്ചും പഠിക്കുന്നത്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, കളർ, ടെക്സ്ചർ, വെയിറ്റ്, സൈസ്, അങ്ങനെയുള്ളത്. അതുകൊണ്ടാണ് ഡോക്ടർ മറിയ മോണ്ടിസോറി ഈ ഫീച്ചേഴ്സ് എല്ലാം വരുന്ന രീതിയിൽ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്ത് അതുവഴി പല ലേണിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നത്. ഇപ്പൊ അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും കൗണ്ടിങ് ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ആക്കി വെച്ചിട്ടാണ് അതിലേക്കുള്ള ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുവരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. യെസ് പ്ലീസ്. ആരായിരുന്നു പറഞ്ഞായിരുന്നു? ഞാനാണ് മുഹമ്മദ്. ഓക്കെ. ഓക്കെ, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കുട്ടികളിലെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഡെവലപ്പ് ആകുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഇമാജിനേഷൻ, എന്താണ് ക്രിയേറ്റിവിറ്റി? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, ഷെയർ ചെയ്തോളൂ. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ എന്താണ് തോന്നുന്നത്? പറയൂ. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാങ്കല്പികമായിട്ടുള്ളതാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സർഗാത്മകമായിട്ടുള്ളതാണ്. എന്നെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇല്ല, ഞാൻ മ്യൂട്ട് ഓണാക്കാൻ മറന്നതാണ്. ഓക്കെ, ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഭാവനയാണ്, ശരിയാണ്. ഈ ഇമാജിനേഷൻ വഴി പുതിയ കാര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ മരിയ മോണ്ടിസറി പറയുന്നത് ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും കുട്ടികളിൽ ഇൻബോൺ ആയിട്ട് കാണുന്ന രണ്ട് കഴിവുകളാണ്. ഇവ രണ്ടും ഓരോ കുട്ടിയുടെയും മെന്റൽ എബിലിറ്റിയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ മെന്റൽ എബിലിറ്റി ഉണ്ടാവുന്നത് അവന്റെ വളർച്ചയിലുടനീളം അവന് കിട്ടുന്ന എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ കൂടിയാണ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ചെറിയ കുട്ടികളെ നോക്കി അറിയാം, അവര് പ്രത്യേകിച്ച് പെൺകുട്ടികള് പാവക്കുട്ടിയൊക്കെ എടുത്തു വെച്ച് ഫുഡ് കൊടുത്ത് കുളിപ്പിച്ച് കൊഞ്ചിച്ച് കിടത്തി ഉറക്കി അങ്ങനെയൊക്കെ കാണാം അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത്? വീട്ടില് അമ്മ എന്താണോ ചെയ്യുന്നത് അതായത് അതെ, പറഞ്ഞോളൂ. കുട്ടി അങ്ങനെ കാണുന്നത്. അതെ, കുഞ്ഞിന് അമ്മയിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം, അവനൊരു എക്സ്പീരിയൻസ് കിട്ടി. അതുകൊണ്ടാണ് അവൻ അമ്മ എന്ന റോള് എടുത്ത് അവൻ ഇമാജിൻ ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത്. അതായത് നല്ല അനുഭവങ്ങളും ശരിയായ ക്രമത്തിലുള്ള ഒരു എൻവയോൺമെന്റും അവന്റെ വളർച്ചയിലുടനീളം ഉണ്ടാവുമ്പോഴാണ് കുട്ടി ക്രിയേറ്റീവ് ആവാൻ ശ്രമിക്കുന്നത്. ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. മരിയ മോണ്ടിസറി വിശ്വസിച്ചത് ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും കൂടുതൽ ബ്യൂട്ടിഫുള്ളും റിയലും ഹാർമോണിയസും ഒക്കെ ആകുന്നത് അതിന്റെ സൃഷ്ടാവായ ആ കുഞ്ഞ് ചുറ്റുപാടുമായി സ്വതന്ത്രമായിട്ട് ഇണങ്ങി ജീവിക്കുമ്പോഴാണ് എന്നാണ്. ഞാൻ അതിനും ഒരു എക്സാമ്പിൾ പറയാം. ഒരു കുഞ്ഞ് പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക, മറ്റൊരു കുട്ടി പൂമ്പാറ്റയെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. നിങ്ങൾ ഈ രണ്ട് കുട്ടികളോടും ഒരു പേപ്പർ കൊടുത്തിട്ട് പൂമ്പാറ്റയുടെ ചിത്രം വരയ്ക്കൂ എന്ന് പറയുകയാണെങ്കിൽ രണ്ടുപേരുടെ ചിത്രവും ഒരേപോലെ ആയിരിക്കും ഇരിക്കുക? അല്ല, രണ്ടിനും വ്യത്യാസം ഉണ്ടാവും. കൂടുതൽ റിയലും ബ്യൂട്ടിഫുള്ളും ആയത് പൂമ്പാറ്റയെ നേരിട്ട് കണ്ട ആ കുട്ടിക്കായിരിക്കും അല്ലെ? അതാണ് കൂടുതൽ ചുറ്റുപാടുമായി സ്വതന്ത്രമായി ഇണങ്ങി ജീവിക്കുമ്പോഴാണ് കുട്ടിക്ക് കൂടുതൽ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഉണ്ടാവുന്നത്. ക്രിയേറ്റീവ് ആകാൻ വേണ്ടിയിട്ട് 3 ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. ഒന്ന് പവർ ഓഫ് അറ്റൻഷൻ ആണ്, അതായത് ശ്രദ്ധ. രണ്ടാമത്തത് കോൺസെൻട്രേഷൻ ആണ്, ഏകാഗ്രത. മൂന്നാമത്തത് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഈ പവർ ഓഫ് അറ്റൻഷൻ എന്ന് പറയുമ്പോഴും കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോഴും ഒരേപോലെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറയൂ. അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധയാണല്ലേ, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഏകാഗ്രത, ശ്രദ്ധ എന്ന മീനിങ് തന്നെയല്ലേ വരുന്നത്. അപ്പം രണ്ടും ഒരുപോലെ ആയിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോ രണ്ടിനും ഓരോ എക്സാമ്പിൾ വെച്ച് പറയാം. നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്നോ. നമ്മൾ തിരക്കുള്ള ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക, ഇമാജിൻ ചെയ്യുക.
അവിടെ സൈഡിൽ ഒരുപാട് പച്ചക്കറിക്കടക്കാരും അങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കുന്നവരും ഉണ്ട്. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിട്ട് നടക്കുന്നുണ്ട്. കുറെ വെളുത്ത കാറുകൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്, സിഗ്നലാണ്. അപ്പൊ അതിന്റെ നടുക്ക് ഒരു റെഡ് കാറുണ്ട്. ആ റെഡ് കാറിനെ നിങ്ങൾ ഇത്രയും തിരക്കുകൾക്കിടയിൽ, ഈ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് മറ്റു വണ്ടികളുണ്ട്, അതിന്റെ ഇടയിൽ നിങ്ങൾ ആ റെഡ് കാറിനെ ഒന്ന് നോട്ട് ചെയ്യാണ്, ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഇങ്ങനെ കാണുന്ന ആ വിഷ്വൽ, അതായത് മറ്റുള്ളതിന്റെ ഇടയിൽ കൂടി നിങ്ങൾ ഒന്നിനെ നോക്കുന്നത്, എല്ലാം കൂടെ നോക്കുന്നതിനെയാണ് അറ്റൻഷൻ എന്ന് പറയുക. ഇനി മറിച്ച് ആ കാറിലേക്ക് മാത്രം നിങ്ങൾ കുറേ നേരമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കാറിന്റെ മോഡൽ എന്താണെന്നും അതിന്റെ ഷൈനിങ്ങും അതിന്റെ ഷേപ്പും നമ്പറും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഇമേജ്, ആ കാറിന്റെ വ്യക്തത, അതാണ് കോൺസെൻട്രേഷൻ. ഇപ്പൊ കുഞ്ഞിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, കുട്ടി അറ്റൻഷനോട് കൂടി ഒരു പക്ഷീനെ നോക്കുകയാണെങ്കിൽ ആ പക്ഷിയുടെ കൂടെ തന്നെ അവന് ക്ലൗഡും സ്കൈയും ഒക്കെ കൂടി കാണാൻ പറ്റും, എല്ലാം കൂടെ. പക്ഷെ കോൺസെൻട്രേഷൻ ആണ് അവൻ യൂസ് ചെയ്യുന്നത്, ഫുൾ ആൻഡ് ഫുൾ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പക്ഷിയുടെ കൊഴിഞ്ഞു വീഴാറായ ചെറിയ തൂവൽ പോലും അവനെ നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ 2 പവറാണ്, ഒന്ന് അറ്റൻഷനും കോൺസെൻട്രേഷനും വേണം കുട്ടിക്ക് കൂടുതൽ ക്രിയേറ്റീവും ഇമാജിനേഷനും ഉണ്ടാകാൻ. മൂന്നാമത്തെയാണ് ഓട്ടോണമി, സ്വയം നിയന്ത്രണം എന്നാണ്, അല്ലെങ്കിൽ സ്വയം നിർണയം നടത്താനുള്ള കഴിവ് എന്നൊക്കെയാണ്. അതായത് നല്ല സ്വാതന്ത്ര്യവും സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഉണ്ടെങ്കിൽ അവർക്ക് സത്യത്തിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും എത്താൻ പെട്ടെന്ന് കഴിയും. അതായത് അവരെ യാഥാർത്ഥ്യത്തിലേക്ക് തുറന്നു വിടുകയാണ്. അപ്പോഴാണ് കൂടുതൽ ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഇമാജിനേഷൻ. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഇമാജിനേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന്. അതായത് കോൺക്രീറ്റ് സ്റ്റിമുലി ഒന്നുമില്ലാതെ തന്നെ സാങ്കല്പികമായി ഒരു മെന്റൽ ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള മാനസികമായ കഴിവാണ് ഇമാജിനേഷൻ. കോൺക്രീറ്റ് സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ അതായത് സെൻസ് ചെയ്ത് നോക്കാൻ ഒന്നുമില്ല, തൊട്ടു നോക്കാനും അങ്ങനെ ഒന്നുമില്ലാതെ തന്നെ പറഞ്ഞു കേട്ടത് വെച്ച് സാങ്കല്പികമായിട്ട് ഒരു വസ്തുവിനെ കുറിച്ച്, ആനയെന്ന് കേൾക്കുന്നതിന് മുമ്പേ പറഞ്ഞറിഞ്ഞ് കേട്ട ആ ഒരു രൂപം വെച്ച് തന്നെ അവന്റെ മനസ്സിലേക്ക് ഒരു ആനയുടെ രൂപം വരുന്നുണ്ട്. ആ ഒരു ഇമേജ് രൂപപ്പെടുത്താനുള്ള കഴിവിനെയാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതൊരു വലിയ കഴിവാണല്ലേ. കാരണം ഈ ഇമാജിനേഷൻ വഴി ഒരുപാട് പ്രാക്ടിക്കലായ ആപ്ലിക്കേഷനും കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ചെറുപ്പത്തില് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ പാത്രത്തിന് പകരം, അതെ ഗോസ്റ്റ്, പാത്രത്തിന് പകരം നമ്മൾ എന്താ എടുക്കുക, ചിരട്ട എടുക്കും. അരിക്ക് പകരം നമ്മൾ മണ്ണെടുക്കും. ചെറിയ സ്പൂണിന് പകരം കോലൊക്കെ എടുക്കും. അങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്ത് നമ്മൾ ഓരോ കളികളിലേക്ക് വരികയാണ്. അതുപോലെ പല പ്രേത സിനിമ, ഇത് ശരിയാണ്, സബീന പറഞ്ഞത് ശരിയാണ്, പല പ്രേത സിനിമകളും ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഡയറക്ടേഴ്സിന്റെ ഇമാജിനേഷൻ വഴിയായിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് പല കണ്ടുപിടുത്തങ്ങൾ, ഇന്ന് സക്സസ് ആയിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും ആ കണ്ടുപിടിച്ചവരുടെ ഇമാജിനേഷൻ വഴിയായിരിക്കാം വന്നിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് ദ മെന്റൽ എബിലിറ്റി ടു ക്രിയേറ്റ് ഒറിജിനൽ ഇമേജസ് ആൻഡ് കോൺസെപ്റ്റ് ബൈ കണക്ടിങ് ദ പാസ്റ്റ് എക്സ്പീരിയൻസ്. ഇതിനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോയി കിടന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കിടന്നിട്ട് തിരിച്ചു വരുമ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് എന്താ സൂചി നീഡിലും സിറിഞ്ചും ഒക്കെ നമുക്ക് തിരിച്ചവര് തന്നുവിടും. അപ്പൊ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കണക്ട് ചെയ്ത് അതുപോലെ കണക്ട് ചെയ്ത് വാഴയ്ക്ക് സൂചി വെക്കും. സൂചി വെച്ചിട്ട് എന്താ പറയാ, ഒന്നുമില്ല കേട്ടോ, സാരമില്ല കേട്ടോ എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് വാഴേനെ വരെ സമാധാനിപ്പിക്കും. അങ്ങനെ അതായത് നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ഇമേജിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഇമാജിനേഷൻ വഴി. അതാണ് അവിടെ പറയുന്നത്. മരിയ മോണ്ടിസറി ഫാന്റസിയിൽ ഒട്ടും വിശ്വസിച്ചിരുന്ന ആളല്ല. അതായത് ഞാൻ കുറച്ചുനാൾ വർക്ക് ചെയ്ത് ആ ഒരു സ്കൂളില് അവിടെ റിയൽ സ്റ്റോറീസ് മാത്രമേ പറയൂ. അതായത് ഈ മാന്ത്രിക കുതിര, ടോക്കിംഗ് ട്രീ, ഡോക്ടർ ഫോക്സ് ഇങ്ങനെയുള്ള കഥകൾ ഒന്നും പറയാറില്ല. മറിച്ച് എന്താണ്, റീന മദറിന്റെ കൂടെ ചന്തയിലേക്ക് പോയി. ചന്തയിൽ വെച്ച് റീനയ്ക്ക് ജങ്ക് ഫുഡ് വേണമെന്ന് വളരെ വാശി പിടിച്ചു. അപ്പൊ അമ്മ ഒരുപാട് പറഞ്ഞു, റീന കേട്ടില്ല. പക്ഷെ ലാസ്റ്റ് അമ്മ അത് വാങ്ങിച്ചു കൊടുത്തു. കഴിച്ചു കഴിഞ്ഞപ്പോൾ റീനയ്ക്ക് സ്റ്റൊമക് പെയിൻ വന്നു. അതിന്റെ മോറൽ എന്താണ്, നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കരുത്, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആകും എന്ന്. അങ്ങനെയുള്ള റിയൽ സ്റ്റോറീസ് ഒക്കെയാണ് മോണ്ടിസറിയിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഫാന്റസി സ്റ്റോറീസിൽ ഒട്ടും തന്നെ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മെത്തേഡ് മരിയ മോണ്ടിസറി ഫോളോ ചെയ്തത്. മോണ്ടിസറി സ്കൂളിൽ ഒന്നും ഫാന്റസി സ്റ്റോറി പറയാറില്ല. കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ഉണ്ടാക്കാൻ മരിയ മോണ്ടിസറി ആഗ്രഹിച്ചില്ല. മറിച്ച് അവരെ റിയാലിറ്റിയിലേക്ക് ഇറക്കി വിടുകയാണ് അവിടെ മോണ്ടിസറി ക്ലാസ് റൂമിൽ ചെയ്തത്. ഇനി ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്, മരിയ മോണ്ടിസറി പറയുന്നത് ഇമാജിനേഷന് ഒരു സെൻസറി ബേസ് ആണ് ഉള്ളത്.
അതായത് വസ്തുക്കളെ തൊട്ടറിഞ്ഞ് ആ വസ്തുവിന്റെ വ്യത്യസ്ത പ്രത്യേകതകളും ഗുണങ്ങളും മനസ്സിലാക്കുമ്പോൾ അവർക്ക് പുറമേ ഉള്ള വസ്തുക്കളെയും പെട്ടെന്ന് ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മൾ വലുത് ചെറുത് എന്നൊക്കെ പഴയ സ്കൂൾ മെത്തേഡിൽ ഉപയോഗിച്ചിരുന്ന പോലെ പറഞ്ഞല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് വലിയൊരു വസ്തുവും ചെറിയൊരു വസ്തുവും കയ്യിലേക്ക് കൊടുത്ത് അവൻ അതിനെ അതിന്റെ ഷേപ്പ് ഒന്ന് തൊട്ട് ഇത് വലുതാണ് ഇത് ചെറുതാണ് എന്ന് തിരിച്ചറിയാണ്, തൊട്ട് നോക്കി സെൻസ് ചെയ്ത് തിരിച്ചറിഞ്ഞാണ് പഠിക്കുന്നത്. അപ്പൊ പുറത്തേക്ക് അതിനെ സറൗണ്ടിങ്ങുമായിട്ട് കണക്ട് ചെയ്യുമ്പം ഒരു വലിയ പൂച്ചേനും ചെറിയ പൂച്ചേനും ഇമാജിൻ ചെയ്യൂ എന്ന് അല്ല, അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ അവൻ വലുതിനെ വലുതായും ചെറുതിനെ ചെറുതായും ഇമാജിൻ ചെയ്യാൻ വേണ്ടി പഠിക്കും, ഇല്ലെങ്കിൽ വരയ്ക്കാൻ പഠിക്കും. ഇനി പറയുന്നത് ഇമാജിനേഷൻ ഉണ്ടാവാൻ എന്തൊക്കെ കുട്ടികൾക്ക് നൽകണം, എന്തൊക്കെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ്. അവിടെ കുറച്ച് A to H പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് വിത്ത് റിയൽ തിങ്സ്. ഇപ്പൊ പറഞ്ഞ തന്നെയാണ്, പൂ എന്ന് പറയുന്ന വാഗൊണ്ട് പറയുന്നതിന് പകരം ഒരു പൂ കാണിച്ചു കൊടുക്കുക. അപ്പൊ കുട്ടിക്ക് അതിനോട് കൂടുതൽ എന്താ പറയാ ഇണങ്ങിച്ചേരാം, പ്രാക്ടിക്കൽ ആയിട്ട് അവന് എക്സ്പീരിയൻസ് കിട്ടും. അടുത്തത് കോൺക്രീറ്റ് മാനിപ്പുലേഷൻ വിത്ത് കോൺക്രീറ്റ് ഒബ്ജക്റ്റ്. ഈ കോൺക്രീറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് തൊട്ട് നോക്കി സെൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുക്കൾ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വലുതെന്ന് പറയുന്നതിന് പകരം വലിയൊരു ഒബ്ജക്റ്റ് അവന് ടച്ച് ചെയ്ത് സെൻസ് ചെയ്ത് പഠിക്കാൻ പറ്റുമ്പോൾ കൂടുതൽ അവര് ഇമാജിൻ ചെയ്യാൻ കഴിവുള്ളവരാവും. പിന്നെ റീഡ് റിയൽ സ്റ്റോറീസ് ടു ചിൽഡ്രൻ. അതായത് ഈ ഫാന്റസിയിൽ സ്റ്റോറീസ് ഒഴിവാക്കിയിട്ട് റിയൽ സ്റ്റോറീസ്, അവൻ റിയാലിറ്റിയിലേക്കാണ് വരേണ്ടത്. റിയൽ സ്റ്റോറീസ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ വേണ്ടത് ഫ്രീഡാണ്. ഞാൻ നേരത്തെ ഒരു പൂമ്പാറ്റയുടെ കാര്യം പറഞ്ഞല്ലോ, അതിൽ കുട്ടി പൂമ്പാറ്റയെ കാണാൻ അവന് ഫ്രീഡം കിട്ടിയത് കൊണ്ടായിരിക്കാം. അപ്പം നല്ല ഫ്രീഡത്തോടെ അവൻ കൂടുതലായിട്ട് ഇടപെടുമ്പോഴാണ് അവന് കൂടുതൽ ഇമാജിനേഷൻ, ആ ഒരു സാധനം കാണുമ്പോഴാണ് അത് കൂടുതലും മൈൻഡിലേക്ക് വരുന്നത്. ചാൻസ് ടു കണക്ട് വിത്ത് നേച്ചർ. അത് പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങിച്ചേർന്ന് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നാണ്. മോണ്ടിസറിയിൽ അത് ഉണ്ട്, ക്ലേ ഉണ്ട്, വാട്ടർ പോറിങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് വർക്ക് ചെയ്യുക. അടുത്തത് സെൻസോറിയൽ, അതായത് സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആസ് ഇൻഡയറക്ട് പ്രിപ്പറേഷൻ ഫോർ ലേറ്റർ ലേണിംഗ് ത്രൂ ഇമാജിനേഷൻ ആൻഡ് അബ്സ്ട്രാക്ഷൻ. അതായത് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക എന്നാണ്. ഈ സെൻസോറിയൽ എഡ്യൂക്കേഷൻ വഴി കുട്ടികൾക്ക് പിന്നീട് ഇമാജിനേഷൻ കൂടും, അവർക്ക് വസ്തുക്കളെ തിരിച്ചറിയാനും കഴിയും. അപ്പൊ കൂടുതൽ സെൻസോറിയൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. പിന്നെ ട്രൂത്ത് ആൻഡ് റിയാലിറ്റി, നമുക്കറിയാം സത്യവും യാഥാർത്ഥ്യവും പറഞ്ഞ് മനസ്സിലാക്കുക. ഈ മാന്ത്രിക കുതിര എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ വിട്ടിട്ട് ഫാന്റസീസ് ഒഴിവാക്കി ട്രൂത്തും റിയാലിറ്റിയും അവരുടെ മുമ്പിൽ ഓപ്പൺ അപ്പ് ചെയ്യുക എന്നാണ്. ലാസ്റ്റത്തെ പോയിന്റ് അറിയില്ല, അത് മാം പറഞ്ഞു തരും. അടുത്തതിലേക്ക് പോട്ടെ മാം. മാം പോയി. പ്ലീസ്. ഞാൻ മൃദുല പറയുന്നതുകൊണ്ട് എന്റെ വീഡിയോ കാണണ്ടെന്ന് വിചാരിച്ച് വീഡിയോ ഓൺ ചെയ്യാതിരുന്നത്, നിങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വെച്ചിട്ട്. ഓക്കെ, പ്ലീസ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ, അല്ലെങ്കിൽ പറയണോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എന്തായാലും മാം ഒന്ന് പറയണം, ഇത് നല്ല രീതിയിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ. ഞാൻ ഇനി പറയുന്ന H എന്ന പോയിന്റ് മാം പറഞ്ഞു തരും, എനിക്കത് ഒട്ടും മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ പറയുന്നത് 5 സ്റ്റേജസ് ആണ് ഈ ഇമാജിനേഷൻ കടന്നു പോകുന്ന കുട്ടികളിൽ കൂടെ കടന്നു പോകുന്ന അവരെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അത് ഇമാജിനേഷൻ ചെയ്യുന്നത് എന്നുള്ള ഒരു 5 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത് കുട്ടി ചുറ്റുപാടിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങളെ അവന്റെ തന്നെ ഒരു ഭാഗമായിട്ട് എടുക്കും. കുട്ടി ചുറ്റുപാടിൽ കാണുന്ന കാര്യങ്ങളെ അവന്റെ തന്നെ ഭാഗമായിട്ട് എടുക്കുന്നു എന്നാണ്. സെക്കൻഡ് സ്റ്റേജിൽ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഒന്ന് ചേർത്ത് വെക്കും, അസിമിലേഷൻ ചെയ്യും. ഒരു വ്യക്തത വരുന്നവരെ ആ കണ്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവൻ ഓർഡർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ടീച്ചേഴ്സിനോട് പറയുന്നത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടും വളരെ കോൺസ്റ്റന്റ് ആയിട്ടും ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന്. അപ്പൊ തേർഡ് സ്റ്റേജിൽ പറയുന്നത് ഐഡിയ ക്ലിയർ ആയി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് അവരത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ്. ഫോർത്ത് സ്റ്റേജിൽ ഇമാജിനേഷൻ ഉപയോഗിച്ച് അവന്റെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ അവൻ കണക്ട് ചെയ്യും. ഇവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ സറൗണ്ടിങ്ങുമായിട്ട് പുറത്തുള്ള കാര്യങ്ങളുമായിട്ട് അവൻ കണക്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ്. ഫിഫ്ത്ത് സ്റ്റേജിൽ ഇമാജിനേഷൻ ഉപയോഗിച്ച് അവൻ ആക്ടിവിറ്റികളിൽ കൂടെ ക്രിയേറ്റീവ് ആകാൻ തുടങ്ങും, അത് അപ്ലൈ ചെയ്യും. അതായത് ഈ ബിൽഡിംഗ് ബ്ലോക്സ്, ഈ മണ്ണൊക്കെ കുഴച്ചിട്ട് പുതിയ രൂപങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ ഇവൻ ഇമാജിൻ ചെയ്ത് ഫൈനലി അവൻ ക്രിയേറ്റീവ് ആകാൻ തുടങ്ങും എന്നാണ്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ മൃദുല, വെൽ ഡൺ അല്ലേ?
ഇതൊന്നും പറയാറില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്ത് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് സബീനയൊക്കെ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാബിറ ആണ് ഫസ്റ്റ് പറഞ്ഞത്, എന്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പം നമുക്കിത് കേട്ടപ്പോ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വന്നു. ഈവൻ നമ്മളുടെ ചൈൽഡ്ഹുഡിലെ ചില ഓർമ്മയുള്ള ചില കാര്യങ്ങളും നമ്മുടെ കുട്ടികൾ ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഉള്ള കുട്ടികൾ കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞു. ആ സിറിഞ്ച് കൊണ്ട് ചെയ്യുന്ന നമുക്കതൊരു പ്ലേ ആണ്, പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ടു സംതിങ് ആ ഒരു രീതിയിൽ. പിന്നെ സ്റ്റോറീസ്, റിയൽ സ്റ്റോറീസ് പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ വെക്കാം. ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ഓരോ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് പാർട്ട് 2 ആ ഒരു സബ്ജക്ട് ചൈൽഡ് ഡെവലപ്മെന്റ് പഠിച്ചപ്പോൾ ഇമാജിനേഷൻ പിയാജെറ്റ് പറഞ്ഞിരുന്നു. കുട്ടികളുടെ ഇമാജിനേഷൻ ആ ഒരു പവർ ആണ് അവരെ അടുത്ത തലത്തിലേക്കുള്ള അക്കാദമിക്സിലേക്ക് പോകുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ക്രിയേറ്റിവിറ്റി, കാരണം അപ്പോഴാണ് അവർ ഓരോ മോഡൽസ് ഉണ്ടാക്കുന്നതും അവരുടെ സ്കിൽ എന്തിലാണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ആ ഒരു എൻവയോൺമെന്റുമായിട്ടും റിയാലിറ്റിയുമായിട്ടും നേച്ചറുമായിട്ടും കണക്ട് ചെയ്യാത്തൊരു കുട്ടികളിൽ ഈ ഒരു പവർ ലോ ആയിരിക്കും. അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഇമാജിനേറ്റീവ് പവർ ഹൈ ആയിരിക്കും. കോസ്മിക് ആക്സസ് എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ഓഫ് ആക്സസ്. അവര് ഇപ്പൊ പല രീതിയിലുള്ള കൾച്ചറൽ സബ്ജക്ട്സ് ഉണ്ടാവും, ലൈക്ക് ആർട്സ് ഉണ്ടാകാം, മ്യൂസിക്, അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഫാമിങ്, അതൊക്കെ ശരിക്കും ഓരോ ആക്ടിവിറ്റി ആയിട്ട് ഇതുപോലുള്ള സ്കൂളുകളിൽ ചെയ്യിക്കുന്ന അതിനെ കുറിച്ചുള്ള വൈഡ് ആക്സസ്. ഈ സാധാരണ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളെ ഇത് മനസ്സിലാക്കിക്കണം എന്ന് പറയുമ്പോൾ അതൊരു പേരിന് ചെയ്യുവാണ്. പക്ഷെ അത് വൈഡ് ആയിട്ട് അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. ടോട്ടോ ചാൻ എന്നുള്ളൊരു ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിക്കില്ല. അതൊരു സെൽഫ് ഉണ്ടോ? യെസ്, സെൽഫ് കോപ്പി നമുക്ക് ഒരെണ്ണം ഉള്ളത് നല്ലതാണ്. മലയാളത്തിലുണ്ട് അത്. നമുക്ക് കുട്ടികൾക്കും കൊടുക്കാൻ വായിക്കാൻ. ഏതോ ഒരു ക്ലാസ്സില് മലയാളം ടെക്സ്റ്റ് ബുക്കില് കൃഷിക്കാരനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതിലൊരു അതെ, കുട്ടികളെ ഫാമിംഗ് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നത് ആ സ്കൂളിലെ ടീച്ചർ ഒന്നുമല്ല, അവരെ ഒരു ഫാമിൽ കൊണ്ടുപോയി അവിടെ കൃഷി ചെയ്യുന്ന ഒരാളാണ് അവരെ കൃഷിയെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വൈഡ് ആക്സസ്, കോസ്മിക് ആക്സസ് മീൻസ് ലാർജ് രീതിയിലുള്ള ആക്സസ്. പേരിന് മാത്രം ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയല്ല ശരിക്കും ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഡെവലപ്പ് ആകുന്നത്. അതൊക്കെ ഇതിലെ നല്ലപോലെ പറഞ്ഞു. ഞാൻ അതിനകത്ത് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. പിന്നെ സെൻസറി ബേസസ്, നമുക്കറിയാം സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ് മോണ്ടിസോറി ഫോക്കസ് ചെയ്തത്. അത് നമ്മൾക്ക് ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാവും, ശരിയാണ്, സെൻസസ് യൂസ് ചെയ്തിട്ട് കുട്ടി മനസ്സിലാക്കുന്നതിന്റെ ആ ഒരു ഡെപ്ത്, ആ ഒരു എന്താ പറയാ വൈഡ് ആയിട്ട് മനസ്സിലാക്കുന്നത് വേറൊരു ഇതും യൂസ് ചെയ്ത് കുട്ടി പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ചെറുപ്പം തുടങ്ങിയ ജനിക്കുമ്പോഴേ തുടങ്ങിയ അവർ ഈവൻ അമ്മയുടെ വോമ്പിലായിരിക്കുമ്പോഴേ പലതും സെൻസ് ചെയ്യുന്നുണ്ടല്ലേ ആള്. കാരണം അതിൻ്റെതായിട്ടുള്ള റിഫ്ലക്ഷൻസ് ആ അമ്മയ്ക്ക് കിട്ടാറുണ്ട് ഇത്ര ഒരു പ്രായമാകുമ്പോഴേക്കും. പുറത്തേക്ക് വന്നു കഴിയുമ്പോഴും കുട്ടി ത്രൂ സെൻസസ് ആണ് പലതും. മീൻസ് ആദ്യം അമ്മയുടെ സ്മെല്ലാണ് കുട്ടിക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് സെൻസറി എഡ്യൂക്കേഷൻ തന്നെയാണ് ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. അപ്പൊ സെൻസറി ബേസിസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇമാജിനേഷൻ, കുട്ടി കാണുന്ന കാര്യങ്ങൾ, ആനയെ കണ്ടു കഴിഞ്ഞാൽ വഴി കൂടെ ആരെങ്കിലും കൂടെ പോയപ്പോ ഒരു കാറ് കണ്ടാൽ അവന്റെ മനസ്സിൽ ആ കാറിനോടുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെപ്പറ്റി നല്ലൊരു പിക്ചർ ഉണ്ടായിരിക്കും. വരയ്ക്കാൻ ഇതാണെങ്കിൽ അവന്റെ മനസ്സിലുള്ള ആ രൂപത്തെ എടുത്തിട്ട് വരയ്ക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ട്രൂത്തും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക. റിയൽ സ്റ്റോറീസിന്റെ കാര്യം പറഞ്ഞു. ആ ഒരു സ്കൂളില് റിയൽ ആയിട്ടുള്ള ആ സ്റ്റോറി, അതിലൂടെ ഒരു മെസ്സേജും അവർക്ക് കിട്ടുന്നുണ്ട്, അല്ലാതെ ഫാന്റസിയിലേക്ക് കൂടുതൽ കൊണ്ടുപോകുന്നില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഇതുപോലെ ഫാന്റസി സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലേ? അതെ മാം, ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ മോണ്ടിസോറിയുടെ പ്രത്യേകത, ഒരു ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ഈ ഫാന്റസി ഇല്ല, റിയൽ ആയിട്ടുള്ളത്. നമ്മുടെ കൊച്ചിലെ എല്ലാം ഫാന്റസിയാണ്. അത് തന്നെ ഒരു വിവരം വരുന്ന പ്രായം വരെ നമ്മൾ അത് തന്നെ വിശ്വസിച്ചുകൊണ്ട് നടന്നിരുന്നത് കുറേ കാലങ്ങൾ. പക്ഷെ നമ്മളുടെ ജനറേഷനിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത്രയും ഡിജിറ്റൽ വേൾഡിന്റെ AI-യുടെയും ഒന്നും ഇൻഫ്ലുവൻസ് ഇല്ലാത്ത കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഫാന്റസിന്ന് പുറത്തേക്ക് വന്നു. ശരിയല്ലേ?
ഇപ്പോഴത്തെ കുട്ടികൾ വരുന്നില്ല, അവരവിടെ തന്നെയാ, അങ്ങ് വരാനായിട്ട് പറ്റണില്ല. നമ്മൾ പെട്ടെന്ന് പുറത്തു വന്നു ഇറ്റ്സ് നോട്ട് റിയൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. മൂവി കണ്ടാലും ആദ്യമൊക്കെ നമ്മൾ മൂവി കണ്ട് കരഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ പിന്നീട് നമുക്ക് ഇറ്റ്സ് നോട്ട് റിയൽ. നമ്മൾ ടച്ച് ചെയ്തു, യെസ് ഡെഫിനറ്റ്ലി മൂവി കണ്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഒരു പെയിൻ ഇവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള മൂവീസ് കാണുമ്പോഴേ അല്ലെങ്കിൽ ഇപ്പൊ തമാശ ഒരു മൂവി ആണെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഫേസിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഈവൻ ആ പെയിൻ ഉണ്ടെങ്കിലും നമുക്കറിയാം ഇറ്റ്സ് നോട്ട് റിയൽ എന്നറിയാം. എന്നാലും അങ്ങനെ ഒരു കഥ എന്നുള്ള ഒരു ഫീല് ഉണ്ടാവും, ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ കാലഘട്ടത്തെ ആ ഫാന്റസി, ആലീസ് ഇൻ വണ്ടർലാൻഡ്, ആലീസിനെ പോലെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം, സിൻഡ്രലയെ പോലെ വിചാരിച്ചിട്ടുണ്ടാവാം, സ്നോ വൈറ്റിനെ പോലെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോകും റിയാലിറ്റിയിലേക്ക്. കുഞ്ഞുങ്ങൾക്ക് പക്ഷെ ഇറങ്ങാൻ പറ്റുന്നില്ല, കാരണം അവർ ചുറ്റും കാണുന്ന മുഴുവനും റിയാലിറ്റി അല്ലല്ലോ, AI. അവര് കാണുന്ന ചില പിക്ചേഴ്സും എല്ലാം ഇപ്പൊ AI ക്യാമറയാണല്ലോ എല്ലാ ഫോണിലും ഉള്ളത്. സോ അതുകൊണ്ട് അവരെ ഇറക്കിക്കൊണ്ട് വരലാണ് ഏറ്റവും പാട്. അതുകൊണ്ടാണ് മോണ്ടിസോറി എൻവിയോൺമെന്റിന് ഈ ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കും, 19ാം നൂറ്റാണ്ടിലും മറിയ മോണ്ടിസോറി അവരുടെ ആ ദീർഘവീക്ഷണം അല്ലേ, അതുകൊണ്ടാണ് ആ മെത്തേഡ് ഇപ്പോഴും പോപ്പുലർ ആയിട്ടിരിക്കുന്നത്. 5 സ്റ്റേജസ് പറഞ്ഞു. ചുറ്റുപാടിൽ നിന്ന് സറൗണ്ടിങ്സിൽ നിന്നും ഓരോ കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുന്നു, എല്ലാം ചുറ്റുമുള്ളത് അവൻ അതിലൊരു പാർട്ടാണെന്ന് ഇതാക്കുക. അതേസമയം ചില ആളുകള്, അതായത് സൊസൈറ്റിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ നമ്മൾ ആ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണെന്ന് നമുക്ക് തോന്നണം. ആ ഫീല് വന്നാലാണ് നമുക്ക് പറ്റുള്ളൂ. ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയുമ്പോൾ അയാളൊരു ഇച്ചിരി റഫാണ്, ആരുമായിട്ടും യോജിച്ചു പോകില്ല. ദാറ്റ് മീൻസ് ആ ഒരു സൊസൈറ്റിയോടുള്ള സോഷ്യൽ ആക്ച്വലൈസേഷൻ അത് അയാൾക്ക് വന്നിട്ടില്ല. നമ്മളുടെ ഈ കുട്ടികളെ ഈ ഒരു രീതിയിൽ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് പോകുമ്പോൾ ഇവർക്ക് ആദ്യം അത് വരുവാണ്. അത് വീട്ടിൽ വന്നു, ക്ലാസ് റൂമിൽ വന്നു, ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടെ എല്ലാം വന്നു. അങ്ങനെ ഒരു അഡൽട്ട് ആകുമ്പോഴൊക്കെ അവർക്ക് ഈ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അവരൊരു ഏതൊരു ചുറ്റുപാടിൽ ചെന്നാലും അവരവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയാണ്. മറിയ മോണ്ടിസോറി വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്തൊരു വാക്കാണ് അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. മോണ്ടിസോറി ടേംസ് പറഞ്ഞിട്ട് അവർ കുറെ ടേംസ് കടമെടുത്തിട്ടുണ്ട്. ഈ ഒരു ആളുകൾ കാണിക്കേണ്ട ക്വാളിറ്റീസ് എന്നുള്ള രീതിയിൽ കുറെ ടേംസ് കടമെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. നമ്മളത് പഠിക്കും, യൂണിറ്റ് 10-ലാണത്. നമ്മളുടെ ഒരു റിലീജിയസ് ബിലീഫില് മാരേജ്, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, മാരേജ് ഫംഗ്ഷന്റെ ടൈമില് നോട്ട് സ്ട്രോങ് ആകുന്ന ടൈമിൽ പ്രീസ്റ്റ് പറയുന്ന ഒരു മനോഹരമായ സെന്റൻസ് ആണ്, നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളത്. അത് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കി ഒരാൾക്ക് വേണ്ടി മറ്റേ ആൾ അഡ്ജസ്റ്റ് ചെയ്യാം, മറ്റേ ആൾ ഇയാൾക്ക് വേണ്ടിയും അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു സൈഡ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയല്ലായിരുന്നു അത്. ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാരും അഡാപ്റ്റഡ് ആകുമെന്ന് അതെല്ലാം പറഞ്ഞു. പിന്നെ താഴെ ഒരു ടേബിൾ പോലെയുണ്ട്, അതും കൂടി ഉണ്ടോ കൂടി ഉണ്ടല്ലേ. ആ ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നമുക്ക് അതിനുള്ള ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലേണിംഗ് ഏരിയാസ് നമുക്ക് അവിടെ ഡിസൈൻ ചെയ്യാം. ലേണിംഗ് ഏരിയാസ് ഡിസൈൻ ചെയ്യാം. അധികം ചെലവുകളൊന്നുമില്ല. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ചെലവൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സ്കൂളില് നമ്മളെ അതിന് പെർമിറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെയും നമുക്ക് ചെയ്യാം. കുട്ടി ഓരോ ഏരിയയിൽ നിന്നും ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതായിട്ട് അതിനകത്ത് കാണാം. ചില ആദ്യത്തെ ഏരിയയില് കുറെ ബോക്സസിൽ കുറെ ജങ്ക് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ലൈക്ക് പേപ്പർ പീസസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും. അതുകൊണ്ട് കുട്ടി ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. അവന്റെ കൺസ്ട്രക്ഷൻ ഏരിയ, കൺസ്ട്രക്റ്റീവ് മൈൻഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ആ സെൽഫ് കൺസ്ട്രക്ഷൻ വരുള്ളൂ. പിന്നെ ടെക്നോളജി ഏരിയ, അടുത്ത ഏരിയ എന്ന് പറയുമ്പോൾ വുഡ്, ഇലാസ്റ്റിക് ബാൻഡ്സ് അങ്ങനെയൊക്കെ. അപ്പോൾ വുഡൻ പീസസ് വെച്ചിട്ട് എന്തെങ്കിലും മോഡൽസ് ആ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. പിന്നെ അടുത്തത് സയൻസ് ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ ഗാർഡൻ ഉണ്ടായിരിക്കാം, വാട്ടർ പ്ലേ ഉണ്ടാവാം, സാൻഡ് പിറ്റ് ഉണ്ടാകാം, മണ്ണ് കാലുകൊണ്ട് കുഴയ്ക്കാം, ചെടി നടാം, വെള്ളത്തിൽ കളിക്കാം, ചെടി നനയ്ക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ. മാത്സ് ഏരിയ, നമ്മൾ മാത്സിലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം ബോർഡ് ഗെയിംസ് വെച്ച് ചെയ്യുന്നത്, അത് ചെയ്യിക്കാം. പിന്നെ മാത്സിലെ ജോമെട്രിക് ഷേപ്സ്, അതിന്റെ ഷേപ്സും സോളിഡ്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് വയ്ക്കാം. ലാംഗ്വേജ് ഏരിയ, കുട്ടികളോട് കഥ പറഞ്ഞു കൊടുക്കാം, നറേറ്റ് ചെയ്ത് കൊടുക്കാം, അവരെ കൊണ്ട് അഭിനയിപ്പിക്കാം, അവരെ കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിക്കാം. ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത്, കുട്ടികൾ പറയുന്നത് റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ്. നമ്മളിപ്പോ അത് മൊബൈലിലായിരിക്കും പിടിക്കുന്നത്. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ, ഫിംഗർ പെയിന്റിങ് ചെയ്യിക്കാം,
വെജിറ്റബിൾ കൊണ്ടുള്ള അതുകൊണ്ടുള്ള പെയിന്റിങ് ചെയ്യിക്കാം, പിന്നെ കൊളാഷ് ചെയ്യിക്കാം, ജെൻ കാർഡുകൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യിക്കാം. ഇതിനൊന്നും വലിയ ചെലവൊന്നും നമുക്ക് വരില്ല. പിന്നെ പേപ്പറും സിസേഴ്സും വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു പിക്ചർ വരച്ചു കൊടുത്തിട്ട് ഔട്ട്ലൈനിലൂടെ കട്ട് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം. ക്രയോൺസ് പ്രൊവൈഡ് ചെയ്യാം. മ്യൂസിക് ഏരിയ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് വെള്ളം നിറച്ച ബോട്ടിൽസ് അങ്ങനെ തട്ടിയുള്ള ഒരു മ്യൂസിക്കില് അത് ചെയ്യിക്കാം. ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ചെറിയൊരു ജിം, ഗെയിംസ് അങ്ങനെയൊക്കെ വരുന്ന മൂവ്മെന്റ് ആക്ടിവിറ്റീസ് വരുന്നത്. പിന്നെ ഇമാജിനേറ്റീവ് പ്ലേ, റോൾ പ്ലേ, അത് റിയൽ സ്റ്റോറീസുമായിട്ട് കണക്ട് ചെയ്യാം. അവർ കാണുന്ന പല കാര്യങ്ങൾ, മമ്മി ആൻഡ് പപ്പ, ഡോക്ടർ ആൻഡ് നേഴ്സ്, ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് അങ്ങനെയുള്ളതൊക്കെ. ഇത് ഫാന്റസി അല്ല. കുറച്ചു മുമ്പ് മൃദുല പറഞ്ഞ ആ ഒരു കഥയുമായിട്ട് ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നെയിൽസ് കട്ട് ചെയ്യുന്നില്ല കുട്ടി, നമുക്കൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പറ്റും. ആ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആ റെക്കോർഡിലൊക്കെ അങ്ങനെ എഴുതുന്നത്. ഒരു നെയില് കട്ട് ചെയ്യാതിരിക്കുന്നതിന്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു സ്റ്റോറി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു ആക്ടിവിറ്റിയിലൂടെ നെയിൽസ് കട്ട് ചെയ്യിക്കുന്നതും മുടി കോംപ് ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവും നല്ലപോലെ കയ്യുമായി കഴുകുന്നതോ അങ്ങനെയുള്ള കുറെ ഹെൽത്തി ഹാബിറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഇമാജിനേറ്റീവ് പ്ലേയിലൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ചെയ്യാം. അടുത്തത് വലിയ കുഴപ്പമുള്ളതല്ല, നിങ്ങളൊന്ന് വായിച്ചിട്ട് വരൂ. സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഉണ്ട് മറിയാം മോണ്ടിസോറി ഡിവൈഡ് ചെയ്തത്, അതും ഒന്ന് നോക്കിയിട്ട് വരും. അല്ല, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി ചെയ്ത ഇതാണ് ഡെവലപ്മെന്റ് ഓഫ് ഓരോ ഡെവലപ്മെന്റ്, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എന്ന് ഇത്രയും നേരം പറഞ്ഞ ഡെവലപ്മെന്റ് ഇല്ലേ, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. 0 to 6 ഇയേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, അതൊക്കെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ടേം 2 എക്സാമിനേഷന്റെ ടൈം ടേബിൾ ഒന്നും വന്നില്ലല്ലോ? ഇല്ല മാം. ഓക്കെ, നവംബർ 2nd സാറ്റർഡേ ഒരു പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്. 13th ബാച്ചിന്റെ ആണ്. ആർക്കെങ്കിലും ജോയിൻ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ആവും കേട്ടോ. നവംബർ 8th 2nd സാറ്റർഡേ. യെസ്, ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം. ഓക്കെ, ക്ലാസ് നന്നായിരുന്നു. താങ്ക് യു. മൃദുലയുടെ ക്ലാസ് അതിലും ഗംഭീരമായിരുന്നല്ലോ. ഞാനും കുറെ പഠിച്ചു. ഇപ്പൊ അടുത്ത ആരുടെങ്കിലും ക്ലാസ്സിൽ ഇപ്പൊ എനിക്ക് ഇതെല്ലാം പറയാലോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. മിസ്, സെക്കൻഡ് ടൈം എക്സാം ഉടനെ ഉണ്ടാവോ? നമ്മളുടെ ഈ ഒരു ഇത് കഴിഞ്ഞാൽ പാർട്ട് 3 നിങ്ങൾക്ക് ഇനിയിപ്പോ ഞാനിപ്പോ നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്ന ഏതാ? 3rd യൂണിറ്റ് അല്ലേ? അതിലിനി തീരാനുണ്ട് മാം ചാപ്റ്റേഴ്സ്. ഇനി 4 ഉണ്ട്. ഞാൻ എടുക്കേണ്ടത് 4, 7, 10. ബാക്കിയുണ്ടോ? സെക്കൻഡ് ചാപ്റ്റർ എടുത്തിട്ടില്ല മാം. മോണ്ടിസോറി മെത്തേഡ്സ് അത് എടുത്തിട്ടില്ല. സൊസൈറ്റി ഓഫ് കൊഹിഷൻ, പിന്നെ അപർണ മിസ് ഇപ്പൊ 5th ചാപ്റ്റർ എടുക്കണം, നോർമലൈസേഷൻ എന്നുള്ള. അപ്പൊ സെക്കൻഡ് മിക്കവാറും ഞാൻ എടുക്കുന്നത് നോക്കാം. ഓക്കെ മാം.